ചെറുവണ്ണൂരിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അമിത വേഗതയിൽ വന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഷാദ് റഹ്മാനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഷാദ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? പരിക്കേറ്റവർക്ക് എങ്ങനെയുണ്ട്? ഇന്ന് രാവിലെ ഏകദേശം 11:30 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ചെറുവണ്ണൂർ അങ്ങാടിയിൽ തന്നെയാണ് ഈ അപകടം നടക്കുന്നത്. കൊളത്തറ റോഡിൽ 2 സ്കൂട്ടറുകളാണ് കൂട്ടിയിടിച്ചിട്ടുണ്ടായിരുന്നത്. അമിത വേഗതയാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ അപകടത്തിൽ പറ്റിയിട്ടുള്ള 2 പേർ, അവരുടെ പരിക്ക് ഗുരുതരമാണ് എന്ന കാര്യവും പറയുന്നുണ്ട്. ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ദൃശ്യങ്ങളിൽ ആ സ്കൂട്ടർ എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളതും ഒപ്പം തന്നെ എന്തെല്ലാം പരിക്കുകൾ ആ വാഹനങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് എന്ന കാര്യവും വളരെ വ്യക്തമാണ് ദൃശ്യങ്ങളിൽ നിന്ന്. അപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നതും അതുതന്നെയാണ്. കാരണം ഈ 2 ബൈക്കുകളും അത് അമിത വേഗതയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു എന്ന കാര്യമാണ് പറയുന്നത്. എന്തായാലും പരിക്ക് പറ്റിയ 2 യുവാക്കളെയും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷാദ്, ഈ ദൃക്സാക്ഷികൾ പറഞ്ഞ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ നിയന്ത്രണം വിട്ട്, അതായത് അമിത വേഗതയിലായിരുന്നു സ്കൂട്ടർ, നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു എന്നുള്ളത്. ഇതിൽ അതിനുശേഷം ഈ പരിക്കേറ്റവർക്ക് ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമുണ്ടോ? എന്താണ് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? അവരുമായി നമുക്ക് നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഏകദേശം ഒരു 11:30 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്ന് ഒരു അവധി ദിവസമായതുകൊണ്ട് തന്നെ വലിയ തിരക്ക് റോഡിലുണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും ഈ അമിതമായിട്ട് വേഗതയിൽ വരുന്നു, പരസ്പരം ഇരുവരും കൂട്ടിമുട്ടുന്നു. തുടർന്ന് ഇവരെ അപ്പോൾ തന്നെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വ്യക്തമാണ്. ഷാദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.